സൂപ്പർ സ്റ്റാർ സിനിമകൾ, അതായത് മെഗാസ്റ്റാർ സിനിമകളെക്കുറിച്ച് സിനിമ പുറത്തിറങ്ങുന്നതിന് മുമ്പേ ഇറങ്ങുന്ന ഹൈപ്പ് ഭയങ്കരമായിരിക്കും. പക്ഷേ പലപ്പോഴും നാം ആ പ്രതീക്ഷിച്ച ഹൈപ്പിനനുസരിച്ച് ആ സിനിമ അതിനോട് നീതി പുലർത്തിയോ എന്നത് പലപ്പോഴും നമുക്ക് അന്വേഷിച്ചാൽ കണ്ടെത്താൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലാണ് എത്തുന്നത്. ഈ ഒരു അടിസ്ഥാനത്തിൽ കളങ്കാവൽ എന്ന മമ്മൂട്ടിയുടെ സിനിമയെക്കുറിച്ച് നമുക്ക് ഏതാനും കാര്യങ്ങൾ ചർച്ച ചെയ്യാവുന്നതാണ്. വെൽക്കം ടു സിനിമ ഇൻസൈറ്റ്. ഒരു ക്രൈം ത്രില്ലർ, അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്ന സാധാരണ ത്രില്ലറിന് അപ്പുറത്തേക്ക് സഞ്ചരിക്കുന്ന ഒരു സാധാരണ ചലച്ചിത്രം എന്ന രീതിയിൽ നമുക്ക് കണ്ടിരിക്കാവുന്ന ഒരു ചലച്ചിത്രമാണ് കളങ്കാവൽ. എന്നാൽ അതിനപ്പുറത്തേക്ക് ഈ സിനിമ എങ്ങനെ സഞ്ചരിച്ചു എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴാണ് ചില വിയോജിപ്പുകൾ നമുക്ക് രേഖപ്പെടുത്തേണ്ടി വരുന്നത്. സിനിമാ പ്രൊമോഷനിലെ ഭാഗമായി വന്ന പല ഹൈപ്പുകളും കേട്ട് തിയേറ്ററിൽ എത്തുന്ന പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, 2000-ൽ സയനൈഡ് മോഹൻ എന്ന പത്രങ്ങളിൽ നിറഞ്ഞു നിന്ന ഒരു കഥാപാത്രമുണ്ടായിരുന്നു. കൊലപാതകത്തിലൂടെ നിറഞ്ഞു നിന്ന ആ കഥാപാത്രത്തിൻ്റെ ഭീതിതമായ അവസ്ഥയാണ് നമുക്ക് തിയേറ്ററിൽ എത്തുമ്പോൾ ആദ്യമായി തന്നെ അനുഭവപ്പെടുന്നത്. കൊല ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത് മനുഷ്യനെ കൊല ചെയ്യുക തന്നെയാണ് എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ കഥാപാത്രവും ഈ കൊലപാതകയെ എത്തുന്ന വിനായകൻ്റെ ജയകൃഷ്ണൻ എന്ന കഥാപാത്രവുമാണ് ഈ സിനിമയിലെ മുഖ്യ വേഷങ്ങൾ. മമ്മൂട്ടിയുടെ ഏറെ വ്യത്യസ്തമായ ഒരു സൈക്കോ ടൈപ്പിലുള്ള കഥാപാത്രമാണ് ഈ സിനിമയിലുള്ളത്. ഒരു ഓഫ് ബീറ്റ് സിനിമ എന്നതിലേക്ക് ഈ സിനിമ എത്തിയോ എന്ന് അന്വേഷിക്കുമ്പോൾ അത്രത്തോളം എത്തിയില്ല എന്നുള്ളത് തന്നെയാണ് കാഴ്ചയിൽ നമുക്ക് അനുഭവപ്പെടുന്നത്. എന്നാൽ ഈ സിനിമയിൽ ഇറങ്ങിയ പല പോസിറ്റീവ് ഘടകങ്ങളും എടുത്തു പറയേണ്ടത് തന്നെയാണ്. പ്രത്യേകിച്ച് അടുത്തിടെ ഇറങ്ങിയ പല ന്യൂജൻ സിനിമകളിലും വ്യാപകമായി പ്രത്യക്ഷപ്പെടുന്ന വയലൻസിൻ്റെ രംഗങ്ങൾ പരമാവധി ഈ സിനിമയിൽ ഒഴിവാക്കിയിട്ടുണ്ട്. കൊലപാതകങ്ങൾ പോലുള്ള രംഗങ്ങൾ കാണിക്കുമ്പോൾ ഒരു പരിധിയിൽ വെച്ച് അതിനെ കട്ട് ചെയ്യുവാൻ സിനിമാ പ്രവർത്തകർ ജിതിൻ കെ ജോസിനെ പോലുള്ള സംവിധായകനടക്കമുള്ളവർ കാണിച്ച മാന്യതയെ ഏറെ അംഗീകരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ കാതടുപ്പിക്കുന്ന BGM ഈ സിനിമയിൽ ഇല്ല. ക്യാമറ വർക്കാവട്ടെ ആവശ്യമുള്ള സമയത്ത് മാത്രമാണ് ആവശ്യമുള്ള കാര്യങ്ങൾ ഒപ്പിയെടുക്കുന്നു എന്നുള്ളതും വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. നായകനാര്, പ്രതിനായകനാര്, ഈ സിനിമ അട്ടിമറിക്കുന്ന വലിയൊരു സങ്കല്പം അതാണ്. ഈ സിനിമയിൽ മൊത്തത്തിൽ ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവായ ഒരു ഘടകവുമാണ് മമ്മൂട്ടി എന്ന വലിയൊരു കഥാപാത്രത്തിൻ്റെ പാഷൻ. പുതിയ കഥാപാത്രങ്ങൾ തേടി അന്വേഷിച്ച് കണ്ടെത്തുവാനുള്ള ആ പാഷൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഈ ഒരു സിനിമയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എന്നുള്ളത് അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയട്ടെ. പക്ഷേ എന്തിനാണ് മമ്മൂക്ക നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്ന്. പുതുതലമുറയിലെ പുതിയ പ്രമേയങ്ങളുമായി വരുന്നവരെ ഏറെ പ്രോത്സാഹിപ്പിക്കുന്ന മലയാളത്തിലെ മെഗാസ്റ്റാറാണ് മമ്മൂട്ടി. പക്ഷേ കളങ്കാവിലെ കഥാപാത്രം മമ്മൂട്ടി എന്ന നടന് മാത്രം അഭിനയിച്ച് പ്രതിഫലിക്കാൻ പറ്റുന്ന ഒരു കഥാപാത്രമാണോ? അല്ല. മറിച്ച് മലയാള സിനിമയിലെ എണ്ണം പറ്റ ഏത് നടനും അഭിനയിപ്പിക്കാവുന്ന ഒരു കഥാപാത്രം മാത്രമേ കളങ്കാവിലും ഉള്ളൂ. മമ്മൂട്ടിയുടേതായ ചില മാനരസ്യങ്ങൾ അതിൽ വന്നു എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. മരണം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ അനിവാര്യതയാണ്. അതുപോലെ തന്നെ പ്രായം എന്നത് ഒരു സിനിമാ നടൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു യാഥാർത്ഥ്യമാണെന്നത് ബഹുമാനപ്പെട്ട മമ്മൂക്ക എന്ന വലിയ നടൻ തിരിച്ചറിയണമെന്നതാണ് പ്രേക്ഷകന് കളങ്കാവൽ എന്ന സിനിമയുടെ കാഴ്ചയിൽ എപ്പോഴും തോന്നിപ്പിക്കുന്ന ഒരു കാര്യം എന്നുള്ളതും ഇവിടെ എടുത്തു പറയട്ടെ. അതുപോലെ നായക സങ്കല്പത്തെ ഏറെ അട്ടിമറിക്കുന്ന നായകനാര്, പ്രതിനായകനാര് എന്ന കാര്യത്തിൽ നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ഒരു സിനിമ എന്നിരിക്കെ തന്നെ മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന് മുകളിലേക്ക് മറ്റു കഥാപാത്രങ്ങൾ സഞ്ചരിക്കരുതെന്ന് കാസ്റ്റിങ്ങിലടക്കം നിർബന്ധ ബുദ്ധി ഉള്ളതുപോലെ ഈ സിനിമയുടെ കാഴ്ച തോന്നിപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഈ സിനിമയിൽ ഏറെ പോസിറ്റീവായ നന്മയുടെ പ്രതിരൂപമായ വിനായകൻ്റെ പോലീസ് ഓഫീസർ കഥാപാത്രം പോലും പല രംഗങ്ങളിലും മമ്മൂട്ടിയുടെ കഥാപാത്രത്തിൻ്റെ താഴെ നിൽക്കുന്ന ഒരു അനുഭൂതിയാണ് സിനിമ കാഴ്ചവെക്കുന്നത്. ഇത് ബോധപൂർവം തന്നെ ആണ് എന്നുള്ളതാണ് ഈ സിനിമ കാണുമ്പോൾ നമുക്ക് തോന്നുന്നതും. അതും ഈ സിനിമയുടെ ഒരു പ്രധാന പോരായ്മയായി തോന്നുകയാണ്. മുഖ്യധാരയിലെ മറ്റു പല മമ്മൂട്ടി സിനിമകളെക്കാൾ കൂടുതൽ പ്രമേയത്തിലും മറ്റും വ്യത്യസ്തത പുലർത്തുന്ന ഒരു സിനിമ എന്ന പ്രതീതിയാണ് സിനിമയ്ക്ക് മുമ്പേ ഉണ്ടായതെങ്കിലും കാഴ്ചയിൽ ഇത് അത്രത്തോളം പ്രതിഫലിപ്പിക്കുന്നില്ല കളങ്കാവൽ എന്ന സിനിമയിൽ എന്നുള്ളത് കൂടി പറയാതെ വയ്യ.